അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട ഏറ്റവും ഇരുണ്ട കാലഘട്ടമാണ്. അത് 21 മാസമാണ് അതിൻ്റെ കാലാവധി. 635 ദിവസം. കൃത്യമായിട്ട് പറഞ്ഞാൽ 1975 ജൂൺ 25 മുതൽ 1977 മാർച്ച് 21 വരെ. ഇപ്പോൾ അന്ന് പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. പത്രമാധ്യമങ്ങൾ പലതരത്തിലുള്ള സെൻസർഷിപ്പിന് വിധേയമായി. പലതരത്തിലുള്ള മാരക നിയമങ്ങൾ നടപ്പായി. അങ്ങനെ നമ്മുടെ ജനാധിപത്യം വെറുങ്ങലിച്ച് നിന്ന ഒരു കാലമാണ്. അപ്പോൾ എന്താണ് ഇത് നടപ്പിലാക്കാൻ ഉണ്ടായ കാരണം, അതിൻ്റെ പശ്ചാത്തലം എന്താണ്, അതിൻ്റെ ഗതി എന്താണ് എന്നാണ് ഈ സംഭാഷണത്തിൽ ഞാൻ ആലോചിക്കാൻ വിചാരിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അന്ന് ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധാർത്ഥ് ശങ്കർ റൈയുടെ ഉപദേശപ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അന്നത്തെ രാഷ്ട്രപതി ഫഖ്റുദ്ദീൻ അലി അഹമ്മദിനോട് ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം ആ ഇൻറ്റേർണൽ എമർജൻസി, ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിൽ ഒപ്പിട്ടു എന്നും ആണ് നമ്മുടെ അറിവ്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. അതെന്താണെന്ന് വിചാരിച്ചാൽ 1960കളുടെ ഒടുവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതിലേറ്റവും പ്രധാനം അതിൽ ഒരു ഇന്ദിര ഗ്രൂപ്പ് വളരെ ശക്തമായി രൂപം കൊണ്ടു എന്നുള്ളതാണ്. അതിൻ്റെ മറുവശത്തുണ്ടായിരുന്നത് പാർട്ടിക്കകത്ത് തന്നെ മൊറാർജി ദേശായി, നിജലിംഗപ്പ, സഞ്ജീവ് റെഡ്ഡി തുടങ്ങിയുള്ള ആളുകളാണ്. അപ്പോൾ 1969 പല പ്രശ്നങ്ങളുണ്ടാവുക. എന്താണ്? ഒന്ന്, പാർട്ടി നീലം സഞ്ജീവ് റെഡ്ഡിയെ രാഷ്ട്രപതിയാക്കാൻ താല്പര്യപ്പെട്ടു. ഇന്ദിരാഗാന്ധി അതിനെതിരെ നിന്നു. അവർ വി ഗിരിയെ രാഷ്ട്രപതിയാക്കാൻ താല്പര്യപ്പെട്ടു, മത്സരിച്ചു, ഗിരി ജയിച്ചു. അങ്ങനെ പ്രധാനമന്ത്രിയുടെ സ്ഥാനാർത്ഥി ജയിക്കുകയും പാർട്ടി അധ്യക്ഷൻ്റെ സ്ഥാനാർത്ഥി തോൽക്കുകയും ചെയ്തു. നിജലിംഗപ്പയാണ് അന്ന് കോൺഗ്രസ് പ്രസിഡന്റ്. അപ്പോൾ അത് ചെറിയ പ്രശ്നമല്ല. പിന്നെ ആ കാലത്ത് ഇന്ദിരാഗാന്ധി വളരെ പുരോഗമനപരമായ ചില നിലപാടുകൾ, ചില നടപടികൾ എടുക്കുന്നു. അതിലൊന്ന് 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. വേറെ ഒന്ന്, പഴയ രാജാക്കന്മാർക്ക് പ്രിവി പേഴ്സ്, മാലിഖാൻ എന്ന് പറയും, പെൻഷൻ, അത് കൊടുക്കുന്നത് നിർത്തലാക്കി. അപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ അവർ സ്വന്തം നിലയ്ക്ക് എടുക്കുകയാണ്. അവരുടെ ചില ഇഷ്ടക്കാരോട് മാത്രമേ കൂടി ആലോചിക്കുന്നുള്ളൂ എന്നൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും അവർക്ക് വലിയ ജനപിന്തുണ നേടിക്കൊടുത്തു. പാർട്ടിക്കകത്ത് മാത്രമല്ല, പാർട്ടിക്ക് പുറത്ത് അവരെ വിമർശിച്ചുകൊണ്ടിരുന്ന സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകാർ, മറ്റു പാർട്ടിയിലുള്ള ആളുകൾ, മാധ്യമങ്ങൾ, എല്ലാവരും ഈ രണ്ട് പുരോഗമന നിലപാടുകളെ വാനോളം പുകഴ്ത്തി. ഇത് കഴിഞ്ഞ് വളരെ വൈകാതെയാണ് ബംഗ്ലാദേശ് യുദ്ധം വരുന്നത്. 1971 കിഴക്കൻ പാകിസ്ഥാനിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിന് ഭരണാധികാരം വിട്ടുകൊടുക്കുകയില്ല എന്ന മട്ടിൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഒരു നിലപാടെടുത്തപ്പോൾ അത് വളരെ വൈകാതെ ഒരു ആഭ്യന്തര യുദ്ധമായിട്ട് തീർന്നു. അതിൽ കിഴക്കൻ പാകിസ്ഥാനിലെ നേതാവ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള മുക്തിവാഹിനി എന്നുള്ള
സംഘത്തെ പിന്തുണയ്ക്കാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്. വളരെ എളുപ്പം പാകിസ്ഥാൻ സൈന്യം തോറ്റപ്പോൾ കിഴക്കൻ പാകിസ്ഥാൻ ഇന്ത്യയോട് ചേർക്കാം, ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാക്കാം എന്നല്ല ഇന്ദിരാഗാന്ധി വിചാരിച്ചത്. അവർ ബംഗ്ലാദേശ് എന്ന രാഷ്ട്രമാണ് അവർ താല്പര്യപ്പെട്ടിരുന്നത്. അതിൻ്റെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ട് അവിടുന്ന് പിൻവാങ്ങാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചു. അതിലൊന്നും പ്രതിഫലമായിട്ട് നേടിയില്ല. അത് അവർക്ക് വലിയ, ഇന്ത്യക്കകത്തും പുറത്തും ലോകം മുഴുവൻ വലിയ വലിയ പ്രതിച്ഛായ ഉണ്ടായിക്കൊണ്ടു. അന്ന് അവരെ അറിഞ്ഞിരുന്നത്, ആൾ പറഞ്ഞിരുന്നത് ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നാണ്, അയൺ ലേഡി ഓഫ് ഇന്ത്യ. പലപ്പോഴും അവരെ ദുർഗയായിട്ട് വിശേഷിപ്പിച്ചു, സ്വന്തം പാർട്ടിക്കാരും മറ്റു പാർട്ടിക്കാരും മാധ്യമങ്ങളൊക്കെ. അപ്പം ഈ തരത്തിൽ വളരെയധികം ജനപിന്തുണ പാർട്ടിയിൽ നേടി ഇരിക്കുന്ന ഘട്ടത്തിലാണ് 70കളുടെ തുടക്കത്തിൽ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 71 റായ്ബറേലിയിൽ അവർ ജയിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അവരവർ തോൽപ്പിച്ചത് സോഷ്യലിസ്റ്റുകാരൻ രാജ്നാരായണനെയാണ്. അപ്പോൾ രാജ്നാരായണൻ 71 ഈ ഇലക്ഷൻ റിസൾട്ടിനെതിരായിട്ട് തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്തു. അപ്പോൾ 75 അലഹബാദ് ഹൈക്കോടതി അതിന് വിധി പറഞ്ഞു. അതാണ്, പല പരാതികളാണ് രാജ്നാരായണൻ ഉണ്ടായിരുന്നത്. അത്തരം പരാതികൾ പലതും കോടതി പരിഗണിച്ചില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരവേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള ഒരു കാര്യം തെളിഞ്ഞു എന്ന് പറഞ്ഞ് കോടതി അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് സാരമുണ്ടായിരുന്നില്ല. അതിൽ അപകടം പിടിച്ചൊരു കാര്യം ഉണ്ടായി. എന്ന് വെച്ചാൽ 6 വർഷത്തേക്ക് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പീലിൽ പോയി. സുപ്രീം കോടതിയിൽ നമ്മുടെ VR കൃഷ്ണയ്യരുടെ സിംഗിൾ ബെഞ്ചിലാണ് ആ കേസ് വന്നത്. അദ്ദേഹത്തിൻ്റെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വളരെ അവ്യക്തമായിരുന്നു. അപ്പോൾ അലഹബാദ് ഹൈക്കോടതി പറഞ്ഞ 2-3 കാര്യങ്ങൾ സുപ്രീം കോടതി അംഗീകരിച്ചു. എന്താണ്? തെരഞ്ഞെടുപ്പ് റദ്ദാക്കി എന്നുള്ളത് അംഗീകരിച്ചു. പിന്നെ അവർക്ക് MP എന്നുള്ള നിലയ്ക്ക് പാർലമെൻറ്റിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. ആകെ ഒരു വളരെ അവ്യക്തമായൊരു വിധിയാണ് വന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി അതിനെപ്പറ്റി വളരെ അധികം ആധികൊണ്ട്, എന്താണ്, അവരവരുടെ പ്രശസ്തിയുടെയും ജനപിന്തുണയുടെയും പ്രതിച്ഛായയുടെ ഒക്കെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുക. ഈ ഘട്ടത്തിലാണ് ഇങ്ങനൊരു വിധി വരുന്നത്. അതിൽ അവർക്ക് ഏറ്റവും വിഷമായത് എന്ന് എനിക്ക് തോന്നുന്നത് ആ 6 വർഷത്തെ വിലക്കാണ്. അപ്പോൾ ഈ സമയത്ത് സമാന്തരമായി വേറെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഗുജറാത്ത്, ബീഹാർ തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തൊഴിലില്ലായ്മ, അഴിമതി, പട്ടിണി തുടങ്ങിയുള്ള പ്രശ്നങ്ങൾക്കെതിരായിട്ട് വലിയ സമരം നടക്കുന്നു. ഇപ്പോൾ ബീഹാറിൽ അന്നത്തെ യുവജന വിദ്യാർത്ഥി നേതാവ് എന്ന് പറയുന്നത് ലാലു പ്രസാദ് യാദവാണ്. അവരൊക്കെയാണ്. അപ്പോൾ ബീഹാറിൽ അന്ന് അബ്ദുൽ ഖയ്യൂം ഗവൺമെൻറ്റാണ്. ഭയങ്കര അഴിമതി, സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ ജയപ്രകാശ് നാരായണനെ വന്ന് ക്ഷണിക്കുകയാണ്. അദ്ദേഹം പാർട്ടി രാഷ്ട്രീയത്തിൽ നിന്നുള്ള സമയമല്ല. അപ്പോൾ അദ്ദേഹം അവരുടെ സമരത്തിന് നേതൃത്വം കൊടുക്കാം എന്ന് പറഞ്ഞു. ഒരു നിബന്ധനയിൽ, ഒരു കാരണവശാലും ഹിംസ ഉപയോഗിക്കരുത്, അക്രമം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ ആ കൂടെ വരാം എന്ന് അദ്ദേഹം പറഞ്ഞു.
അങ്ങനെ അവർ പറഞ്ഞു. അങ്ങനെ ആണ്, ജയപ്രകാശ് നാരായണനാണ് ആ പ്രസ്ഥാനം മുന്നോട്ട് നയിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കാണ് അന്ന് നമുക്ക് വേണ്ടത്, ഒരു സമ്പൂർണ്ണ വിപ്ലവമാണ്, ടോട്ടൽ റെവല്യൂഷൻ. കാരണം അത്രയും കാലം കൊണ്ട് പല പതിറ്റാണ്ട് ഇന്ത്യ ഭരിച്ചിട്ട് കോൺഗ്രസ് പല തരത്തിലുള്ള കൊള്ളരുതായ്മകൾ ഉണ്ടാക്കിയപ്പോൾ 71 ഇലക്ഷനിലെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഗരീബി ഹടാവോ, ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതൊന്നും നടന്നില്ല. ഇവിടെ പട്ടിണി മാറിയില്ല, ദാരിദ്ര്യം മാറിയില്ല, തൊഴിലില്ലായ്മ മാറിയില്ല, കെടുകാര്യസ്ഥിതിയും അഴിമതിയും സ്വജനപക്ഷപാതവും ധാരാളമായിട്ട് വർദ്ധിച്ചു. അപ്പോൾ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഇതിന് പ്രതിവിധിയാവുകയുള്ളൂ എന്ന ഒരു നിലപാടിലാണ് ജയപ്രകാശ് നാരായണ നേതൃത്വത്തിൽ ടോട്ടൽ റവല്യൂഷൻ, അത് ബീഹാർ, ഗുജറാത്ത് തുടങ്ങിയ പലയിടത്തും. അപ്പോൾ ഇത് അവിടെ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോഴാണ് ഈ സുപ്രീം കോടതിയിൽ ഈ വിധി വരുന്നത്. അപ്പോഴും ഉള്ള പ്രശ്നം 6 കൊല്ലത്തേക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയമാവുമ്പോഴേക്ക് ഇന്ദിരാഗാന്ധിയുടെ രണ്ടാമത്തെ മകൻ സഞ്ജയ് ഗാന്ധി പതുക്കെ അധികാര സ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു സ്ഥിതി വരുന്നുണ്ട്. അയാളുടെ ഒരു മാരുതി കാർ കമ്പനി നിർമ്മാണം, അങ്ങനെ അഴിമതി, സ്വജനപക്ഷപാതം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ജയപ്രകാശ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. അദ്ദേഹം പട്ടാളത്തിലും പോലീസിലും ഉള്ള ഉദ്യോഗസ്ഥന്മാരോടും സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റേതാണ് എന്ന് വെച്ചിട്ട് അധാർമികമായ ഒരു ഉത്തരവ് വന്നാൽ നിങ്ങൾ അനുസരിക്കരുത് എന്ന് പറഞ്ഞു. അത് ഇന്ദിരാഗാന്ധി അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് എടുത്തു, വലിയ പ്രശ്നമായിട്ട് എടുത്തു. എന്താണ്, ജയപ്രകാശ് നാരായണനെ പോലുള്ള ഒരു സമുന്നതനായ നേതാവ് കലാപത്തിന്, അച്ചടക്കരാഹിത്യത്തിന് ആഹ്വാനം കൊടുത്തു എന്നാണ് ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആഭ്യന്തര സുരക്ഷിതത്വം വലിയ അപകടസന്ധിയിലാണ്, ഇൻ്റേണൽ സെക്യൂരിറ്റി അത് അപകടത്തിലാണ് എന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം പറഞ്ഞത്. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യം ആളുകളുടെ പൗരാവകാശങ്ങൾ പലതും ഇല്ലാതെയാവുക. ഞാൻ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ദിരാഗാന്ധി നീതിന്യായ പീഠത്തിന് പല തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വെച്ചു. പിന്നെ മാധ്യമങ്ങൾക്ക് പലതരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇപ്പോൾ ഒരു സെൻസർ ഓഫീസർ കണ്ട് പാസ്സാക്കിയാൽ മാത്രമേ രാഷ്ട്രീയ വാർത്ത കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് സെൻസറിങ് വരികയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട്. അപ്പോൾ സർക്കാരിന് ഇഷ്ടമുള്ള വാർത്തകളെ വരുള്ളൂ, സർക്കാരിന് അപ്രിയമായത്, അഹിതമായത് വരില്ല, വാർത്ത വരില്ല. ഇത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ OV വിജയനെ പോലുള്ള കോളം എഴുതുകയും കാർട്ടൂൺ വരയ്ക്കുകയും ചെയ്യുന്ന എഴുത്തുകാർ എഴുത്ത് നിർത്തി. ടൈംസ് ഓഫ് ഇന്ത്യ മാതിരിയുള്ള പത്രങ്ങൾ ഇതിനെ പിന്തുണച്ചു. അപ്പോൾ ഗോയങ്കെ മാത്രമാണ്, ഇന്ത്യൻ എക്സ്പ്രസ് മാത്രമാണ് അന്ന് പ്രധാനമായിട്ടും എതിരായിട്ടുന്നൊരു പത്രം. അപ്പോൾ പത്രങ്ങൾക്കുള്ള ഇവരുടെ പലതരത്തിലുള്ള ഉപദ്രവങ്ങളാണ്. ഒന്ന്, സർക്കാർ പരസ്യം കൊടുക്കില്ല. പിന്നെ സബ്സിഡി റേറ്റിൽ പേപ്പർ അടിക്കാനുള്ള ന്യൂസ് പ്രിൻ്റ് കൊടുക്കില്ല. അങ്ങനെ പലതരത്തിൽ. അപ്പോൾ സെൻസർ ഓഫീസർ അടുത്തേക്ക് പോകേണ്ട, എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന സമയത്ത് വാർത്ത വായിക്കുമ്പോൾ, വാർത്ത എഴുതുമ്പോൾ, പത്രം അടിക്കുമ്പോൾ സ്വയം ഒരു സെൻസറിങ് വരുന്ന തരത്തിൽ, അതായത് സർക്കാരിന് അപ്രിയമായ ഒരു വാർത്തയും വരില്ല. ഇപ്പോൾ ഏതുമാതിരി ചിലപ്പോൾ സൗദി അറേബ്യയിൽ, അല്ലെങ്കിൽ റഷ്യയിൽ, അല്ലെങ്കിൽ ചൈനയിൽ ഓക്കെ, അവിടെ ഇപ്പം സർക്കാരിന് അപ്രിയമായ വാർത്ത വരില്ലല്ലോ, സർക്കാരിന് ഇഷ്ടമില്ലാത്ത വാർത്ത വരില്ല. അപ്പോൾ ഇപ്പം ഉത്തര കൊറിയയിൽ വരില്ലല്ലോ. അതേമാതിരി പണ്ട് ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ പ്രചാരണ വകുപ്പ് മന്ത്രി ഗീബൽസ് കൊണ്ടുവന്നൊരു നയം അതാണ്, സിനിമ ഉണ്ടാക്കണമെങ്കിൽ അവരോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ.
അപ്പോൾ അന്ന് ഈ അടിയന്തരാവസ്ഥ ഒന്നോടുകൂടി വളരെ അധികാരത്തിലേക്ക് വരുന്ന ഒരാൾ സഞ്ജയ് ഗാന്ധിയാണ്. അന്ന് കേട്ട വേറൊരു പേര് രുക്സാന എന്നൊരു വനിതയെ പറ്റി കേട്ടിരുന്നു, ധീരേന്ദ്ര പപ്പയാരി എന്നൊരു സന്യാസിയെ പറ്റി കേട്ടിരുന്നു, അങ്ങനെ അവരൊക്കെ. അപ്പോൾ അന്നത്തെ ക്യാബിനറ്റിൽ ഒരു പണിയില്ല അവർക്ക്. കാരണം പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആ വീടാണ് ഭരിക്കുന്നത്. അവിടുത്തെ മന്ത്രിസഭയെ പറ്റി അന്ന് പറഞ്ഞിരുന്നത് അടുക്കള മന്ത്രിസഭ എന്നാണ്, കിച്ചൺ ക്യാബിനറ്റ് എന്ന് പറയും. അവർ പത്രത്തിൽ കാണുകയാണ് കാര്യങ്ങളൊക്കെ. അന്നത്തെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, അന്ന് വാർത്താവിതരണ വകുപ്പ് മന്ത്രി IK ഗുജറാലാണ്. IK ഗുജറാളിനോട് സഞ്ജയ് ഗാന്ധിക്ക് വേണ്ടി അന്നത്തെ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് യൂനിസ് പറഞ്ഞു, BBC പൂട്ടിയിട്ട് അതിൻ്റെ മേലുദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ ഹാജരാക്കണം. അപ്പോൾ IK ഗുജറാളിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ അന്യായമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നാണ്. പിറ്റേന്ന് IK ഗുജറാളിൻ്റെ സ്ഥാനം പോയി. ഇങ്ങനെയാണെന്ന് പ്രവർത്തിക്കുന്നത്. ഈ തരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള അന്യായങ്ങൾ സഞ്ജയ് ഗാന്ധി ചെയ്തു. ഒരു ഉദാഹരണം പറഞ്ഞാൽ കിസ്സ കുർസിക്ക എന്നുള്ള ഒരു സിനിമയുടെ കാര്യം അന്ന് വളരെ വലിയ ചർച്ചയായിരുന്നതാണ്. എന്താ സംഭവിച്ചത് അത് സെൻസർ ബോർഡിന് മുമ്പാകെ ഹാജരാക്കിയതാണ്. അതിൽ ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയൊക്കെ സൂചിപ്പിക്കുന്ന ചില സംഭാഷണങ്ങളും ചില ദുസ്സൂചനകളും ചില പരിഹാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല മാത്രമല്ല, ആ സിനിമയുടെ പ്രിൻ്റ് തന്നെ കത്തിച്ചാണ്. ആ തരത്തിൽ അതെടുത്ത ആളൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഇങ്ങനെ ഒരുപടി കാര്യങ്ങൾ. അപ്പം അന്നത്തെ വന്ധ്യംകരണ ശസ്ത്രക്രിയ നിർബന്ധമായിട്ട് നടപ്പാക്കുകയാണ് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ. അതുപോലെ അതിനൊക്കെ എതിരായിട്ട് വന്നതിൽ തുർക്കുമാൻ ഗേറ്റിൽ വലിയ ആക്രമണങ്ങൾ നടന്നു. ഒരുപടി രാജ്യം മുഴുവൻ വലിയ ആക്രമണങ്ങൾ നടന്നു. അങ്ങനെ അവസാനം 1977 മാർച്ച് 21 അടിയന്തരാവസ്ഥ പിൻവലിച്ചു. ശ്രീമതി ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ അവർ ബഹുഭൂരിപക്ഷത്തിന് ജയിക്കുന്ന വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവർ വളരെ ദയനീയമായിട്ട് തോറ്റു. കാരണം അടിയന്തരാവസ്ഥ പിൻവലിച്ച ഉടനെ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ, അന്നത്തെ നേരത്തെ പറഞ്ഞ നെയ്ലിംഗപ്പെട്ട നേതൃത്വത്തിലുള്ള സിൻഡിക്കേറ്റ് കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു വന്ന ബാബു ജഗജീവൻറാമിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഫോർ ഡെമോക്രസി, സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ, പിന്നെ ജനസംഘം, ഇവരൊക്കെ ചേർന്നിട്ടാണ് അന്ന് ജനതാ പാർട്ടി ഉണ്ടാക്കി. ആ ജനതാ പാർട്ടിയാണ് 77 പിന്നെ മൊറാർജിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പൊരുതുമ്പോൾ ആ കൂട്ടത്തിൽ RSSകാരെയും അന്നത്തെ ജനസംഘക്കാരെയും, ജനസംഘം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ BJPയുടെ പ്രാഥമിക രൂപം, അവർ കൂട്ടരുത് എന്ന് ജയപ്രകാശിനോട് പലരും പറഞ്ഞിരുന്നു. അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. അത് അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധമാണെന്നാണ് എൻ്റെ ധാരണ. എന്നുവെച്ചാൽ ആദ്യമായിട്ട് RSSനും ജനസംഘത്തിനും ഒരു മാന്യത കിട്ടുന്നത് ആ കാലത്താണ്. അവർ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പൊരുന്നതിൽ അവരുണ്ട്. അപ്പോൾ ജയിലിൽ കിടക്കുന്നതിൽ അവരുടെ നേതാക്കന്മാരുണ്ട്. അന്ന് ജയിലിൽ പോയ ഒരാൾ ജയപ്രകാശ് നാരായണനാണ്, വേറൊരാൾ മൊറാർജി ദേശായിയാണ്, വേറൊരാൾ വാജ്പേയിയാണ്, വേറെ ഒരാൾ LK അദ്വാനിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ശരിക്കും വിശ്വാസമില്ലാത്ത ആളുകളെ കൂട്ടിയിട്ട് അത്തരം സമരങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. അന്നിപ്പോൾ വിജയിച്ചത് സത്യത്തിൽ അന്ന് വളരെ മാരക നിയമമുണ്ട്. ഇപ്പോൾ 71 പാസ്സാക്കിയ മിസ എന്നൊരു നിയമമുണ്ട്. അത് ഇപ്പോൾ ഇന്നത്തെ UAPA മാതിരി ഒരു കരിനിയമമാണ്. അതായത് അറസ്റ്റ് ചെയ്ത് പൗരാവകാശങ്ങളൊന്നുമില്ലാതെ ജാമ്യം കിട്ടാത്ത വകുപ്പൊക്കെ വെച്ചിട്ടുള്ള കരിനിയമങ്ങളാണ്. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പലതും ചെയ്തത്. അന്ന് 100,000-ഓളം ആൾ തടവിൽ കിടന്നു എന്നാണ് ഞാൻ വായിച്ചത്. 250 പത്രപ്രവർത്തകർ അന്ന് ജയിലിൽ കിടന്നു എന്നാണ് ഒരു റിപ്പോർട്ടിൽ ഞാൻ കണ്ടത്. അപ്പം അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇളകി മറിഞ്ഞൊരു ഘട്ടമാണ്. അപ്പോൾ കേരളത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്, ഇവിടെ പലരും അതിനെതിരായിട്ട് പ്രവർത്തിച്ചിരുന്നു. അന്ന് ഓർക്കേണ്ട ഒരു കാര്യം, അന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് AK ആൻ്റണി ആ അടിയന്തരാവസ്ഥയെ അനുകൂലിച്ച ഒരാളാണ്. അന്ന് CPI കോൺഗ്രസിൻ്റെ കൂടെയാണ്. CPI അടിയന്തരാവസ്ഥയെ അനുകൂലിച്ച കൂട്ടരാണ്. അന്ന് ഇവിടെ ഭരിക്കുന്നത്
അച്യുതമേനോനാണ് മുഖ്യമന്ത്രി, CPI നേതാവ്. പിന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഭരണാധികാരി എന്ന് പറയുന്നത് കെ കരുണാകരനാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ആഭ്യന്തരമന്ത്രി അദ്ദേഹമാണ്. അപ്പോൾ നക്സലേറ്റുകളെ അമർച്ച ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് കൂടി കരുണാകരൻ അത് കണ്ടു. പിന്നെ ഇവിടുത്തെ ഇടതുപക്ഷത്തുള്ള പല ആളുകളും അന്ന് ജയിലിലായിരുന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് കൂത്തുപറമ്പ് MLA ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ജയിലിൽ പോയി 10 മാസം തടവിൽ കിടന്ന ആളാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ എതിരാളിയായിട്ട് രംഗത്തുള്ള കെ സുധാകരൻ അന്ന് സിൻഡിക്കേറ്റ് കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം ജനതാ പാർട്ടിയിലുണ്ട്. അദ്ദേഹവും ഏതാണ്ട് 2 കൊല്ലത്തോളം ജയിലിൽ കിടന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഇടതുപക്ഷത്തുണ്ടായിരുന്ന അന്നത്തെ അഖിലേന്ത്യാ ലീഗ് നേതാവ് PM അബൂബക്കറിനെ പോലുള്ള പലരും, ഇപ്പോൾ അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് MP വീരേന്ദ്രകുമാർ അദ്ദേഹം ജയിലിലാണ്. പിന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങൾ എഴുതിയിരുന്ന ഒരാൾ, ഞാനത് പറഞ്ഞു, OV വിജയൻ ആ സമയത്ത് എഴുത്ത് നിർത്തി. ദേശാഭിമാനി പലപ്പോഴും അവരുടെ എഡിറ്റോറിയലിൻ്റെ ഭാഗം ശൂന്യമാക്കിയിട്ടുണ്ടാണ്. എഡിറ്റോറിയൽ ഇല്ലാതെ ആ ഭാഗം ബ്ലാങ്ക് ആയിട്ട് വെള്ള സ്പേസ് ഇട്ടിട്ടാണ് അവർ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത്. സാമാന്യമായി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അളവിലുള്ള എതിർപ്പ് അത്ര ഗംഭീരമായി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അന്ന് പത്രപ്രവർത്തകനായിരുന്നു, മാതൃഭൂമി സബ് എഡിറ്ററായിരുന്നു. ഞാൻ 76-78 കാലത്ത് ഞാൻ മാതൃഭൂമി സബ് എഡിറ്ററാണ്. അന്ന് നാട്ടുകാരറിയാത്ത പല കാര്യം അറിയാൻ എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ, ആദ്യത്തിൽ ഈ അച്ചടക്കത്തെ പറ്റി ആൾക്ക് വലിയ താല്പര്യമില്ല. സമയത്ത് വണ്ടികൾ ഓടുന്നു, ഡോക്ടർമാർ കൈക്കൂലി വാങ്ങാൻ പേടിക്കുന്നു, ഓഫീസുകളിൽ ആളുകളുണ്ട്, വളരെ കാര്യക്ഷമമായി കാര്യങ്ങൾ നടക്കുന്നു. നാവടക്കൂ പണിയെടുക്കൂ എന്നുള്ളതാണ് അന്നത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. നാവടക്കൂ പണിയെടുക്കൂ. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കണ്ട, നിങ്ങൾ രാഷ്ട്രീയമൊന്നും പറയണ്ട, നിങ്ങൾ ഗവൺമെൻറ്റിനെ ഉപദേശിക്കാനും വിമർശിക്കാനൊന്നും വരണ്ട, നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുക, നിങ്ങൾക്ക് കൂലി കിട്ടും, നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ കിട്ടും, അതിൻ്റെ അപ്പുറത്ത് വർത്താനൊന്നും വേണ്ട എന്നുള്ള. അപ്പോൾ ഇത് അന്നിവിടെ ഇതിനെതിരായിട്ട് പ്രധാനമായിട്ട് പൊരുതിയ ഒരു കൂട്ടർ നക്സലേറ്റുകളാണ്. അന്ന് അവരെ അമർച്ച ചെയ്യാൻ വേണ്ടിയുള്ള പണികളിൽ വളരെ മാരകമായി പണിയെടുത്ത ഒരാളാണ് ജയറാം പടിക്കൽ, വേറെ ഒരാൾ ലക്ഷ്മണ, അങ്ങനെ കുറച്ച് ആളുകൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ആ കൂടുതലാണ് രാജൻ കൊലക്കേസ് ഉണ്ടായത്. പിന്നീട് പ്രസിദ്ധമായി തന്ന രാജൻ കൊലക്കേസ്. രാജൻ നക്സൽബാരി വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു. കോഴിക്കോട് RECയിൽ പണിയെടുക്കുമ്പോഴാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ AK ആൻ്റണി അന്ന് പറഞ്ഞൊരു വാക്യം എനിക്ക് ഓർമ്മയുണ്ട്. അവർ പ്രധാനമന്ത്രിയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കും എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാൾ പോസ്റ്റർ അച്ചടിച്ചിട്ട് കേരളം മുഴുവൻ ഒട്ടിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവർ ആൻ്റണിയുടെ നേതൃത്വത്തിൽ ഡൽഹി ചെന്ന് പ്രകടനം നടത്തിയിരുന്നു, കേരളത്തിലെ കോൺഗ്രസ്സുകാർ, ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ട്. അപ്പോൾ അടിയന്തരാവസ്ഥയെ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് വരാനുള്ളത്, എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിൽ പലപ്പോഴും കേരളത്തിൽ ആളുകൾ അബദ്ധം കാണിച്ചു. ഒരു മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായ അളവിലുള്ള അക്രമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിർബന്ധ വന്ധ്യംകരണമെന്നോ ആ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചേരി നിർമ്മാർജ്ജനം, രുക്സാനയുടെ നേതൃത്വത്തിലായ ചേരി നിർമ്മാർജ്ജനം എന്നൊക്കെ പറയുന്നത് പാവപ്പെട്ട ആളുകൾ ചേരിയിൽ നിന്ന് അടിച്ചോടിക്കുകയാണ്. അത് ചെറുക്കാൻ വരുന്ന ആളുകൾ പോലീസ് ലാത്തിച്ചാർജ് ചെയ്യുകയും വെടിവെക്കുകയും ചെയ്യാണ്. കാരണം നഗരത്തിൻ്റെ സൗന്ദര്യവൽക്കരണം, ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്താണ് അതൊന്ന് പഠിച്ചത് എന്ന് ചോദിച്ചാൽ, ഞാൻ പഠിച്ച ഒരു കാര്യം, ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെ കൂട്ടിയിട്ട്, മതേതരത്വത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെ കൂട്ടിയിട്ട് നിങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടിയോ മതേതരത്തിന് വേണ്ടിയോ പ്രവർത്തിക്കാൻ പാടില്ല. തൽക്കാലം അവരതിൻ്റെ കൂടെ നിൽക്കും. ഇപ്പോൾ പൗരാവകാശങ്ങളിൽ വിശ്വാസമില്ലാത്ത കൂട്ടരാണ് RSSകാർ. അവരെ കൂട്ടിയാണ് ഈ സമരം നടത്തിയത്. സമരം വിജയിച്ചു, പാർട്ടി വിജയിച്ചു. അങ്ങനെ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ഇന്ദിരാഗാന്ധിക്ക് അവരുടെ നിലയ്ക്ക് അവർ അത്രയായപ്പോൾ 21 മാസമായപ്പോൾ അവർക്ക് മടുത്തു. അത് മകൻ സഞ്ജയ് ഗാന്ധിയുടെ ഉപദേശം കേൾക്കാതെയാണ് അവർ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ആലോചിക്കേണ്ടത്, ഇവിടെ അങ്ങനെയാണ് ഫാസത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം വഴിതിരിയുന്നത്. അങ്ങനെയാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടാണ്
പിന്നീടാണ് ജനതാ പാർട്ടിയിൽ നിന്ന് പിരിച്ചിട്ടാണ് മുൻ ജനസംഘക്കാർ BJP ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അവർ ശക്തിപ്പെടുന്നത്. അങ്ങനെയാണ് പിന്നെ അവർക്ക് ശക്തിപ്പെടാൻ വേണ്ടിയാണ് രാമജന്മഭൂമി പ്രസ്ഥാനവും പശുരാഷ്ട്രീയമൊക്കെ ഉണ്ടായത്. അതൊക്കെ ഇപ്പോൾ ഇന്നത്തെ സമകാലിക സംഭവങ്ങളാണ്. അപ്പോൾ അത്തരം വൈകാരികതകൾ ഊതി വീർപ്പിച്ച് പിന്നെ അന്നത്തെ ക്ഷമാപൂർവമായ അവർ നടത്തിയ സമരത്തിൻ്റെ കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് അങ്ങനെ ഒരുപടി കാര്യങ്ങൾ അവർ പണിയെടുത്തിട്ടുണ്ട്. പൗരാവകാശങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത ഒരു കൂട്ടർ RSSകാരാണ്, ഒരു കൂട്ടർ നക്സലൈറ്റുകളാണ്. കേരളത്തിൽ പണിയെടുത്ത ഒരു കൂട്ടർ CPMകാരാണ്, പിന്നെ സോഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു, അഖിലേന്ത്യാ ലീഗുകാരുണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചത്. അപ്പോൾ അങ്ങനത്തെ ആളുകളെയൊക്കെ കൂട്ടി സമരം ചെയ്തുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവർക്കൊരിക്കലും ഈ തരത്തിലുള്ള മതേതരത്വമോ ജനാധിപത്യം ഒന്നും മനസ്സിലാവില്ല, പൗരാവകാശങ്ങൾ മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ പതുക്കെ ഈ ഫാസിസം ആദ്യമായിട്ട് ജനാധിപത്യത്തിൻ്റെ ഒരു അന്തകനായിട്ട് എങ്ങനെ പ്രത്യക്ഷപ്പെടുക എന്ന് അടിയന്തരാവസ്ഥ നമുക്ക് കാണിച്ചു തന്നു. അതിൽ നിന്ന് കെട്ട പാഠങ്ങൾ പഠിച്ചിട്ടാണ് പിന്നെ RSSകാരും BJPക്കാരും പിന്നീട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ തരത്തിലുള്ള അനവധി കാര്യങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോഴും ഞാൻ പറയുന്നു, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്, ഹിന്ദു രാഷ്ട്രവാദത്തിന് എതിരായിട്ട് ഇസ്ലാമിക രാഷ്ട്രവാദം ഉപയോഗിക്കരുത്. ഇസ്ലാമിക രാഷ്ട്രവാദം ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ ആ സമരത്തിൽ കൂട്ടാൻ പാടില്ല. കാരണം ഈ ഹിന്ദുത്വ രാഷ്ട്രീയം മോശമല്ലാഞ്ഞിട്ടല്ല, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മറുപടി ഇസ്ലാമിക രാഷ്ട്രവാദമല്ല. എന്താണ്? അത് മതേതര ജനാധിപത്യമാണ്. ആ ഒരു ഓർമ്മയാണ്, ആ ഒരു പാഠമാണ് അടിയന്തരാവസ്ഥയിൽ നിന്ന് പഠിക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഹിന്ദുക്കളുടെ ഇടയിലെ തീവ്രവാദത്തിന് മറുപടി മുസ്ലിങ്ങൾക്കിടയിലെ തീവ്രവാദമല്ല. ഹിന്ദുക്കൾക്കിടയിലെ മതമൗലികവാദത്തിന് മറുപടി മുസ്ലിങ്ങൾക്കിടയിലെ മതമൗലികവാദമല്ല. അതിനൊക്കെ മറുപടി മതേതരത്വവും ജനാധിപത്യവുമാണ് എന്ന് ഉറപ്പിക്കാൻ ഈ അടിയന്തരാവസ്ഥയുടെ അനുസ്മരണം ഉപകരിക്കുമാറാകട്ടെ.